നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം മാറ്റിവെച്ച് വീഡിയോകൾ ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കും. പക്ഷേ യൂട്യൂബിന്റെ ചില പുതിയ നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആ ചാനൽ ഇല്ലാതായി പോകും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ യൂട്യൂബ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചില പോളിസികളും നിങ്ങളുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ചില രഹസ്യ ടിപ്പുകളുമായാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ്, തുടക്കക്കാരായ ക്രിയേറ്റേഴ്സിന് മോണിറ്റൈസേഷൻ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു കാര്യമാണ് റീയൂസ്ഡ് കണ്ടന്റ്, അല്ലേ? എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്? ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിലെ റീലുകളോ സിനിമകളുടെ ഭാഗങ്ങളോ മറ്റൊരാളുടെ വീഡിയോയോ അതേപടി എടുത്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ റീയൂസ്ഡ് കണ്ടന്റായി മാറും. നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കണം. അതായത് ഒന്നുകിൽ സ്വന്തം ശബ്ദത്തിലുള്ള വിവരണം, വോയിസ് ഓവർ നൽകണം, അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള എഡിറ്റിംഗ് നടത്തി പുതിയൊരു കണ്ടന്റാക്കി മാറ്റണം. വെറുതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം മാറ്റിയാൽ റീയൂസ്ഡ് മാറില്ല. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് സ്റ്റെപ്പ്, AI. ഇപ്പോൾ എല്ലാവരും AI ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി യൂട്യൂബ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു വീഡിയോ നിർമ്മിക്കാൻ AI വോയിസോ അല്ലെങ്കിൽ AI ചിത്രങ്ങളോ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ നടക്കാത്ത ഒരു കാര്യം നടന്നതായി കാണിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ശബ്ദം AI വഴി ഉണ്ടാക്കുക എന്നിവ ചെയ്യുമ്പോൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൾട്ടറേറ്റഡ് കണ്ടന്റ് എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് വെളിപ്പെടുത്തണം. ഇത് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഒരു ലേബൽ പതിക്കും. തുടർച്ചയായി തെറ്റിച്ചാൽ ചാനലിനെതിരെ നടപടി ഉണ്ടാകും. അത് ഓർക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തംബ്നെയിൽ ടെസ്റ്റ് ആൻഡ് കമ്പയർ ആണ്. ഇനി നിങ്ങളുടെ വീഡിയോകൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ യൂട്യൂബ് തന്നെ തന്നിരിക്കുന്ന ഒരു കിടിലൻ ഫീച്ചറാണ് തംബ്നെയിൽ ടെസ്റ്റ് ആൻഡ് കമ്പയർ. മുൻപൊക്കെ നമ്മൾ ഒരു വീഡിയോയ്ക്ക് ഒരു തംബ്നെയിൽ മാത്രമേ വെച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് തന്നെ 3 വ്യത്യസ്ത തംബ്നെയിലുകൾ വരെ ഒരേ സമയം അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് തന്നെ ഈ 3 തംബ്നെയിലുകളും മാറി മാറി ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. അതിൽ ഏതിനാണ് കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത് എന്നത് നോക്കി ഏറ്റവും മികച്ച തംബ്നെയിൽ യൂട്യൂബ് തന്നെ സ്ഥിരപ്പെടുത്തും. ഇത് വ്യൂസ് വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കും. പിന്നെ ലിങ്കുകൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ നാലാമതായി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന ലിങ്കുകൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലോ ഇല്ലാത്ത തേർഡ് പാർട്ടി ആപ്പുകളുടെ ലിങ്കുകളോ ചൂതാട്ട സൈറ്റുകളുടെ ലിങ്കുകളോ ആളുകളെ പറ്റിക്കാൻ ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ലിങ്കുകളോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയാൽ ചാനലിന് നേരിട്ട് വാണിംഗ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും, അതുറപ്പാണ്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഗൂഗിളിൽ നിന്നുള്ള പാട്ടുകൾ എടുക്കാതെ യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ഓഡിയോ ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക്കുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് സ്വന്തം കണ്ടന്റുകൾ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ വളരാൻ സാധിക്കും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചാനലുകൾ മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും സ്നേഹത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.